ഹല്ലേലൂയ. കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീത രാത്രിവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രിവേളയിൽ കർത്തൃസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ശുശ്രൂഷയ്ക്കായി ഇന്ന് വൈകി വേളയിൽ പെട്ടെന്ന് കഴിഞ്ഞ രാത്രിയിൽ ക്രമീകരിച്ചതാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എം ജോർജ്. അതിൽ കടന്നു വരാമെന്ന് സമ്മതിക്കുകയും തക്ക സമയത്ത് തന്നെ എത്തിച്ചേരുകയും കുടുംബമായവർ എത്തിച്ചേരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. കടന്നു വന്ന മറ്റെല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ഇന്ന് രാത്രിയിലും ഇടപെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദമായി ആലോചനയായി അപ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കുന്ന രഹസ്യമായി പരസ്യമായി ഒക്കെ വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും രാത്രിയിൽ ശുശ്രൂഷ മധ്യേ ദൈവം നമുക്ക് സഹായമായി മറുപടി ആയിരിക്കുമെന്ന് വളരെ വിശ്വാസത്തോടെ കർത്താവേ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, ഞങ്ങളുടെ സഭയോട്, ഞങ്ങളുടെ ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. രാത്രി ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ നമുക്കെല്ലാവർക്കും പരിചയമാണ്. ഈ സഭയുടെ മെമ്പറാണ്. അപ്പോൾ തന്നെ കാട്ടായിക്കോണം സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം ബെനവലൻ്റ് ഫണ്ടിൻ്റെ സെക്രട്ടറിയായും താൻ ദൈവത്തിൻ്റെ വേലയിൽ സഹായത്തിലായിരിക്കുന്നു. എല്ലാ നിലകളിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്തവ്യത്തിനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ഗോഡ്. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ തിരുവചനമായി ഈ മാതൃസഭയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗീയ പിതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എൻ്റെ പിന്നിലായിരിക്കുന്ന കർത്തൃദാസനി സഭയുടെ സീനിയർ പാസ്റ്റർ ടി എം കോശി അവറുകൾ, പാസ്റ്റർ ജോബിൻ ജോസഫ് അവറുകൾ, മറ്റുള്ള എല്ലാ മൂപ്പന്മാരെയും എല്ലാ സിസ്റ്റേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് ഈ വേദിയിലിരിക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം തന്ന എല്ലാ സാവകാശവും സ്തുതിക്കുന്നു. ആമേൻ. എൻ്റെ കൂട്ടുദാസൻ ഫ്രെഡൻ പാസ്റ്റർ എല്ലാവരെയും ഓർത്ത് ഞാൻ ആമേൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേഗത്തിൽ ആമേൻ ഒരു ചെറിയ ചിന്ത. കഴിഞ്ഞ രാത്രിയിൽ ദൈവദാസനൻ ക്ഷണിച്ചപ്പോൾ ഞാനൊന്ന് പകച്ചു. പെട്ടെന്നുള്ള വിളി ആയതുകൊണ്ട് ദിവസം പറഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വേഗം ഇരിപ്പാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് ദൈവം തന്ന ആലോചന പങ്കുവെക്കാം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ നടികൾ ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ആയിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സാവകാശനായി ഞങ്ങൾ സ്തുതിക്കുന്നു. രാത്രിയെ ദൈവരങ്ങ ഏൽപ്പിക്കുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ദൈവരങ്ങ ഏൽപ്പിക്കുന്നു. അഭിഷക്തന്മാരെ ദൈവരങ്ങ ഏൽപ്പിക്കുന്നു. സഭയിലെ എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവരങ്ങിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പനേരം ദിവസം ഇരിക്കട്ടെ. സ്വർഗം ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിനൊരു നന്ദി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ പുസ്തകം വളരെ സുപരിചിതമായ ഒരു പുസ്തകമാണ്.
സ്ത്രീരത്നങ്ങളിൽ അറിയപ്പെടുന്ന 2 വ്യക്തിത്വങ്ങളെ നമ്മുടെ പഴയ നിയമ പുസ്തകത്തിൽ കാണാൻ കഴിയാം. ഒന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന രൂത്തിൻ്റെ പുസ്തകം, മറ്റൊന്ന് എസ്തേറിൻ്റെ പുസ്തകമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ ചിന്തയിലേക്ക് പോകുന്നില്ല. ഒരു ആലോചന മാത്രം പറഞ്ഞിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 2-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിച്ചത്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. പിന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ശബ്ദത്തിൽ ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ദൈവം ഈ രാത്രിയിൽ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവോട് പറയുന്നു, നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ചില വിഷയത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. എത്ര പേരിന്ന് പകൽ പ്രാരംഭത്തിൽ ദൂത് ഏറ്റെടുക്കും? ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എൻ്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞ ദൂതിലേക്ക് കയറുന്നതിന് മുമ്പേ ദൈവാത്മാവ് സഭയോട് പറയുന്നു, നിന്റെ പ്രവർത്തിക്ക്, ഒന്ന് പറഞ്ഞ എല്ലാവരും, നിന്റെ പ്രവർത്തിക്ക് ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. ഈ ഒരു വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പേ പ്രവൃത്തി 2 തരത്തിൽ നമ്മൾ കാണാൻ കഴിയും. ഒന്നാമത്തെ പ്രവൃത്തി ആന്തരികമായ പ്രവൃത്തിയാണ്. 2-ാമത്തെ പ്രവൃത്തി ഭൗമതലത്തിലുള്ള, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അകതളത്തിലുള്ള പ്രവൃത്തി, പുറത്തുള്ള പ്രവൃത്തി. മനസ്സിലായോ? 2 പ്രവൃത്തിയുണ്ട്. ചില പ്രവൃത്തികളൊക്കെ നമ്മൾ കണ്ടിട്ട് അവർക്ക് നമ്മൾ നന്ദിയൊക്കെ പറയും, നിങ്ങളെ ചെയ്ത പ്രവൃത്തി കൊള്ളാം, ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ അറിഞ്ഞത് അടുത്ത 13-ാം തീയതി മുതൽ നമ്മുടെ ചർച്ചിൽ VBS ആരംഭിക്കുകയാണ്. ഒത്തിരി ടീച്ചർമാർ, ഒത്തിരി നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടണം. ആ കഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. മിക്കവാറും ആ VBS കഴിയുമ്പോൾ അതിൻ്റെ അതോറിറ്റീസ് ആ കഷ്ടപ്പെട്ടവർ പ്രവർത്തിച്ചവർക്കെല്ലാം നന്ദി പറയാറുണ്ട്. അത് പുറമെയുള്ള പ്രവൃത്തി. എന്നാൽ അകത്തുള്ള പ്രവൃത്തി അത് ആരും കാണത്തില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നു? നമ്മുടെ അകത്തുനിന്ന് വരുന്ന പ്രവൃത്തിക്കാണ് സ്വർഗം മാർഗിടുന്നത്. ഇന്ന് പകൽ ദൈവം നമുക്ക് തരുന്ന മാർഗിടലെന്ന് പറഞ്ഞാൽ അകതളത്തിൽ നിന്നുള്ള പ്രവൃത്തിയാണ്. പ്രാർത്ഥന പുറപ്പെടുന്നത് പുറത്തല്ല, അത് നമ്മൾ ശബ്ദം കൊണ്ട് പുറത്ത് പ്രാർത്ഥിക്കുന്നെങ്കിലും പ്രാർത്ഥന വെളിപ്പെടേണ്ടത് നമ്മുടെ ഹൃദയത്തിനകത്താണ്. ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ അത് അകത്തുനിന്ന് പുറത്തു വരേണ്ടതാണ്. ഇന്ന് നമ്മുടെ ചർച്ചിൽ ഈ 3 ദിവസം ഉപവാസമാണ്. ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേര് 3 ദിവസം ഇരിക്കുന്നു നമുക്കറിയാൻ പറ്റത്തില്ല. എത്ര പേര് ഫുള്ളി ഇരിക്കുന്നു, ഭാഗ്യമായിട്ടിരിക്കുന്നു ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതെല്ലാം അകത്തുനിന്ന് വരുന്ന പ്രവൃത്തികളാണ്. മനസ്സിലാകുന്നു? അകത്തുനിന്ന് വരുന്ന പ്രവൃത്തിക്കാണ് ദൈവം പ്രതിഫലം തരുന്നത്. അങ്ങനെ ഒന്നുകൂടെ തീർത്തി പറയാം, പുറത്ത് ചെയ്യുന്ന പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്. ആമേൻ. ചില അകത്ത് ചെയ്യുന്ന പ്രവൃത്തി അത് പുറത്ത് വരുമ്പോൾ 2നും ഈക്വലൻ്റായിട്ട് പ്രതിഫലം കിട്ടും. ആമേൻ. ചില പ്രവൃത്തികൾ ഈ കൈ ചെയ്യുന്നത് ഇരുകൈ മറുകൈ അറിയരുതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെയെങ്കിൽ ആമേൻ, ഈ കൈ ചെയ്യുന്ന പ്രവൃത്തിക്ക് മറുകൈയിലും പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് പകൽക്കാലം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഒരു പ്രതിഫലമുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒരു പ്രതിഫലമുണ്ട്. നിശ്ചയം. സങ്കീർത്തനക്കാരൻ 55-ാം സങ്കീർത്തി പറഞ്ഞു, നീതിമാന് ഒരു പ്രതിഫലം ഉണ്ട്. എന്തേ? നീതിമാന് ഒരു പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. ഈ രാത്രിയിൽ ദൈവമക്കളോട് ആത്മാവ് കൈമാറ്റം ചെയ്യുന്നു, നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്. ആമേൻ. നാം കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്, നാം വാങ്ങുന്നതിന് പ്രതിഫലമുണ്ട്, നാം ഇറങ്ങിത്തിരിക്കുന്നതിന് ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. ഈ രാത്രിയിൽ ആമേൻ, പ്രകൃതിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഓടി ആലയത്തിൽ വന്നെങ്കിൽ അതിനെന്തുണ്ട്? ഒരു പ്രതിഫലം ഉണ്ട്. ദൈവമക്കളൊന്ന് പറഞ്ഞേ, ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾക്ക് ദൈവം പ്രതിഫലം തരാൻ പോവുകയാ. സർവശക്തന്റെ കരങ്ങളെ ഉയർത്തിപ്പറ, എൻ്റെ ദൈവം ഞാൻ ചെയ്ത
പ്രവൃത്തിക്ക് പ്രതിഫലം തരാൻ പോകുക. പ്രതിഫലം തന്നിടുവാൻ നമ്മുടെ യേശു വാനവിധാനത്തിൽ വേഗത്തിലാഗതമാകുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാം, പ്രതിഫലമുണ്ട്. ദൈവമക്കളെ, പ്രതിഫലമുണ്ട്. പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട്. ചിലതൊക്കെ ചെയ്തിട്ട് നമ്മൾ തന്നെ പറയാം, അയ്യോ ക്ഷീണിച്ചു പോയി. ക്രിസ്തീയ ജീവിതമൊക്കെ പറയുന്നത് നമ്മൾ പാടിയല്ലോ, ആമേൻ, അത് കഷ്ടത നിറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് എപ്പോഴും നല്ല പൂമത്തെ ആയിരിക്കത്തില്ല. ക്രിസ്തീയ ജീവിതം ഇടയ്ക്കൊക്കെ കഷ്ടതയിൽ കൂടെ കടന്നു പോകും. ആമേൻ, നമ്മളൊക്കെ എത്രയോ കഷ്ടതയിൽ കൂടെ കടന്നു പോയവരാ. നമ്മളെ ഇന്ന് രാത്രി ഒന്ന് ഈ പ്രാർത്ഥനയിൽ ഒന്ന് നമ്മളിന്ന് ശോധന ചെയ്ത് എന്തുമാത്രം പ്രതിസന്ധികളാണ് ദൈവസഭ കടന്നു പോകുന്നത്. ഇന്ന് രാത്രിയിലും നമുക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്ന് നാം വിചാരിച്ചതല്ലേ? ആമേൻ. അതിൻ്റെ മധ്യേ ദൈവം നമ്മളെ കൂട്ടിവരുത്തി. ആത്മാവിൽ പറയുന്നു, ഒരു പ്രതിഫലമുണ്ട്. വേഗം ഞാൻ ആ ഭാഗം വിട്ട് മടങ്ങി നമ്മുടെ മെസ്സേജിലേക്ക് കടന്നു വരാം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആമേൻ, ബോവസ് രൂത്തിനോട് പറയുന്നൊരു സംഭാഷണമാണ്. ആമേൻ, ഒരു സംഭാഷണമാണ്. എന്താണെന്നറിയാമോ? നിന്നെക്കുറിച്ച് ഒരു കേട്ടുകേഴ്വി. ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്നതിന് ഞാൻ ആത്മാവിൽ നിന്ന് പറയാം, ചില സ്ഥലത്തൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന ആരും അറിയുന്നില്ലെന്ന്. നമ്മൾ ചെയ്ത പ്രവൃത്തി ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മറ്റേ കൈ കണ്ടു കാണത്തില്ല. പക്ഷേ ആമേൻ, ഒരു വ്യക്തി നമ്മളെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ നടപ്പ്, ഇരിപ്പ്, ഓട്ടം, പ്രവൃത്തിയെല്ലാം അറിയുന്ന ഒരു നല്ല നായകൻ നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ബോവസ് രൂത്തിനോട് പറയുന്നു, ആ പറഞ്ഞ പദമാം നമ്മൾ വായിച്ചത്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത പദം ആ ബോവസ് ആ സഹോദരിയോട് പറയുന്നത് ചെറിയ ഒരു പ്രതിഫലമല്ല, പിന്നെ പൂർണ്ണമായിട്ട് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വസിക്ക്, മാറ്റം വരുത്തുന്നത് ഈ ലോകത്തിൻ്റെ ശക്തികളാണ്. നമുക്ക് തരാൻ പറഞ്ഞ ആമേൻ നന്മകൾ അല്ലേ, പലയിടത്തും ജോലി ചെയ്തിട്ട് ശമ്പളമൊക്കെ പറയുന്നത് 25,000, 50,000, 1,00,000 പറയും. പക്ഷേ ജോലി ചെല്ലുമ്പോൾ അത് പകുതി പോലും കിട്ടാത്ത എത്രയോ ഈ ടെക്കികളുണ്ടെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇവിടെ ഇന്ന് രാത്രി പറയാനുള്ളത്, ദൈവം നമുക്ക് തരുന്ന പ്രതിഫലം അത് ഭാഗികമല്ല. ഒന്ന് പറഞ്ഞേ, ഭാഗികമല്ല. ദൈവം നമുക്ക് എന്തെങ്കിലും തരുവാൻ പദ്ധതി ഒരുക്കിയാൽ അത് പൂർണ്ണതയുള്ളതാ. ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഒരു ഭാഗിക പ്രതിഫലമല്ല. അവൻ പൂർണ്ണമായി, അവൻ എന്ന് പറഞ്ഞാൽ അത് എന്നും, അവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാ. പ്രൈസ് ദി ലോർഡ്. അപ്പം അവൻ ആ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞിട്ട് അവൻ ഇവിടെ ബോസ് ഒന്ന് ഉറപ്പിക്കുകയാണ്, അതിന് പൂർണ്ണ പ്രതിഫലമുണ്ട്. എന്താ ആ പ്രവൃത്തി? 1-ാം അധ്യായത്തിലുണ്ട്. 1-ാം അധ്യായത്തിൽ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ രൂത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അറിയാം. നമുക്ക് നന്നായിട്ട് അതിൻ്റെ സ്റ്റോറി ഒക്കെ അറിയാവുന്നതുകൊണ്ട് ആ സ്റ്റോറിയിൽ നിൽക്കുന്നില്ല. ആത്മീയ ദൂത് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ഈ 4 അധ്യായത്തിനും വളരെ പ്രാധാന്യതയുണ്ട്. ആകെ 4 അധ്യായമേ രൂത്തിൻ്റെ പുസ്തകത്തിലുള്ളതെന്ന് നമുക്കറിയാം. ഓരോ അധ്യായത്തിനും വളരെ പ്രാധാന്യത ഉള്ളതാണ്. 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം എന്തെന്നറിയാമോ? ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ. 1-ാം അധ്യായത്തിന്റെ പ്രത്യേകത എല്ലാവരും പറഞ്ഞേ, തകർച്ചയുടെ അധ്യായമാണ്. മനസ്സിലായോ? 1-ാം അധ്യായത്തിന്റെ പ്രത്യേകത തകർന്ന ഒരു കുടുംബത്തെയാണ് 1-ാം അധ്യായം കാണിക്കുന്നത്. ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേ, നമ്മളുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചിന്തിക്കാം. എത്രയോ അവസരങ്ങൾ നമ്മൾ ചിന്തിച്ചില്ലേ കൈവിട്ടു പോയെന്ന്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഭൂരിപക്ഷം പേരും എത്രയോ
തകർച്ചയിൽ നിന്ന് കയറി വന്നതല്ലേ? ശത്രു നമുക്ക് നേരെ വിധി എഴുതി ഇനിയും എഴുന്നേൽക്കത്തില്ലെന്ന്, ഇനിയും ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന്, ഇനിയും നന്മ കാണത്തില്ലെന്ന്. എത്രയോ പേരുടെ സാക്ഷ്യം. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പലരും കേൾക്കുന്ന സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. പോയി, കൈവിട്ടു പോയി. മെഡിക്കൽ സയൻസ് കൈവിട്ടു. സാമ്പത്തിക മേഖല കൈവിട്ടു, കുടുംബങ്ങൾ കൈവിട്ടു, ബന്ധുമിത്രാദികൾ കൈവിട്ടു. ഒരു തകർച്ചയുടെ കാലഘട്ടം. 1-ാം അധ്യായം തകർച്ചയുടെ കാലഘട്ടമാണ്. ഒരു തകർച്ചയിലേക്ക് ഒരു കുടുംബം ഇറങ്ങിപ്പോകുന്ന. എനിക്ക് വളരെ ഞാൻ ആ ഭാഗത്ത് ചിന്തിച്ചപ്പോൾ ആ 1-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തെ നമ്മൾ 4 പേരെ പരിചയപ്പെടുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും ഒന്ന് എടുത്താൽ അവർ പേര് തന്നെ, എന്താ പേര് അറിയാമല്ലോ? ഒരാളുടെ പേര് ഏലി മേലേക്ക് എന്നാണ് അല്ലേ? ആ കുടുംബനാഥൻ്റെ പേര് ഏലി മേലേക്ക്. ആ നാഥയുടെ പേര്, കുടുംബനാഥയുടെ പേര് നവോമി. 2 പേരെ കുട്ടികളോട് നിൽക്കട്ടെ. ഈ 2 പേരെ ഒന്ന് പഠിച്ച് തകരാൻ ഒരു വിഷയമില്ല. എന്താ കാരണം എന്നറിയാമോ? അവരുടെ പേരിൻ്റെ അർത്ഥമൊന്ന് നമ്മൾ പഠിച്ച്. ഈ ഏലി മേലേക്ക് എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ രാജാവ്, ദൈവം എൻ്റെ രാജാവാണ്. ഞാൻ ചോദിച്ചോട്ടെ, യഹോവ എൻ്റെ രാജാവാണെങ്കിൽ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? എനിക്കൊന്നിനും കുറവ് വരത്തില്ല. എൻ്റെ അപ്പൻ രാജാവാന്ന് പറഞ്ഞ പിന്നെ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ഏലി മേലേക്ക് രാജാവുള്ള ഭവനത്തിലുള്ളവൻ, യഹോവ എൻ്റെ രാജാവെന്ന് സാക്ഷീകരിച്ചവൻ. 2-ാമത്തെ പേര്, കുടുംബനാഥയുടെ പേര് നവോമി. നവോമി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നവോമിയുടെ അർത്ഥം നിറഞ്ഞവൾ അല്ലേ? ഒരു കുറവുമില്ലാത്തവൾ, സന്തോഷമെന്നൊക്കെ അർത്ഥം. സന്തോഷമുള്ളവൾ, നിറവുള്ളവൾ. അപ്പം നമുക്ക് ഈ 2 പേരെയും എടുത്തെന്ന് പറഞ്ഞ് യഹോവ രാജാവായുള്ള ഭവനത്തിൽ ഒരു കുറവിനും ഒരു നഷ്ടവുമില്ലാതെ ആനന്ദമുള്ളൊരു വീട്ടിലെ കുടുംബം ഇന്ന് പകൽ തകർച്ചയിലേക്ക് പോയി. ദൈവമക്കളെ തിരിച്ചറിയും. പുറം ലോകം, പുറം പ്രവൃത്തിയല്ല അകത്തു നടക്കുന്നത്. സാക്ഷ്യമല്ല, പുറത്തുള്ള സാക്ഷ്യമല്ല, അകത്തെ സാക്ഷ്യം നമ്മളിൽ വെളിപ്പെടണം. ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പുറമേ അല്ല, അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൈവം ഉള്ളവൻ എന്ന് പറയുകയല്ല. എൻ്റെ വീടിൻ്റെ നായകൻ യേശു എന്ന് എഴുതിവെച്ച ബോർഡുള്ളതല്ല. പ്രത്യുത നമ്മുടെ ഹൃദയത്തിനകത്ത് അത് വെളിപ്പെട്ടു വരണം. പ്രതിസന്ധി കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം, രോഗങ്ങൾ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഇനി അവരുടെ പിള്ളേരെ പഠിച്ച് ഒരുവൻ്റെ അർത്ഥം രോഗി എന്നാണ്. അതിൻ്റെ അർത്ഥം ഒരുവൻ ക്ഷീണിതൻ എന്നർത്ഥം. ആ കുടുംബം തന്നെ 2 ഭാഗമായിട്ട് തിരിക്കാം. അപ്പനും അമ്മയും ദൈവമുള്ള വീട്, നിറവുള്ള വീട്. മക്കള് മറ്റൊരു തലം. ഈ കാലഘട്ടത്തിൽ ഇതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പനും അമ്മയൊക്കെ ദൈവമക്കളാണ്. അപ്പനും അമ്മയും നിറവുള്ളവരാണ്. ഇവിടെ നമ്മളിൽ ഭൂരിപക്ഷം പേരും നിറവിൽ ആരാധിക്കുന്നവരാണ് അല്ലേ? നിറവിനെല്ലാം കുറവുണ്ടോ? ഒരു കുറവുമില്ല. ആരാധനയ്ക്ക് വല്ലതും കുറവുണ്ടോ? ഒരു കുറവുമില്ല. പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? ഒരു കുറവുമില്ല. കാരണം യഹോവ എൻ്റെ ദൈവമാണ്, എൻ്റെ രാജാവാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. നമ്മൾ കണ്ടറിഞ്ഞവരാ. പക്ഷേ തലമുറയോ പലരും രോഗികളായി കിടക്കുക, ആത്മീയരോഗം പിടിച്ചു. തലമുറയോ ക്ഷീണിക്കപ്പെട്ടു, പിന്മാറ്റത്തിലേക്ക് പോകുന്നു. എന്താ കാരണം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അകതളത്തിൽ പുറമേ ദൈവത്തെ രാജാവാക്കി, പുറമേ നിറവ് കാണിക്കുന്നു, പുറത്ത് ആനന്ദം കാണിക്കുന്നു, അകതളത്തിൽ ദൈവമില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിച്ചേ, നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുകയാണ്, ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് ഒരു കുടുംബം ബത്ലഹേമിൽ നിന്ന് എങ്ങോട്ട് പോയി? മോവാബിലേക്ക് പോയി. നമ്മൾ മുമ്പേ ചിന്തിച്ചല്ലോ, ആ ദേശത്ത് ദൈവം രാജാവായുള്ള ദേശത്ത്, ആനന്ദമുള്ള ദേശത്ത്, ആരാധനയുള്ള ദേശത്ത്, പ്രാർത്ഥനയുള്ള ദേശത്ത് ഇല്ലേ? ബേത്ലഹേമിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ, ആഹാരത്തിന് കുറവില്ലാത്ത ദേശം, ഭക്ഷണത്തിന് കുറവില്ലാത്ത ദേശം. പക്ഷേ ഇതൊക്കെ ഈ ദൂതൊക്കെ വെളിപ്പെടുത്തുമ്പോഴും
ശത്രു മറുവശത്ത് ദൈവസഭയെ ഒതുക്കുവാൻ, ദൈവമക്കളെ തകർത്ത് കളവാൻ, അവർ ആരാധനയെ തകർത്ത് കളവാൻ ശത്രു ഇങ്ങനെ നോക്കിയിരിക്കുക. എപ്പം ഒതുക്കണം, അവൻ ഉന്നം വെച്ച് നടക്കുക. ദൈവമക്കളെ ശ്രദ്ധിച്ചാട്ട്, ഇയ്യോബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. ഇയ്യോബിനോട് സാക്ഷ്യം പറ. ഇയ്യോബ് പറയും, യഹോവൻ്റെ ദൈവമാ, ഞാൻ ആരാധിക്കുന്നവനാ, ഞാൻ യാഗം അർപ്പിക്കുന്നവനാ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ, ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മൾ ആ യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കറിയാം. കഴിഞ്ഞ നാള് കുറെ ദിവസമായിട്ട് ഈ യോബിന് ചുറ്റും ശത്രു ഊടാടിക്കൊണ്ട് നടക്കുക. മനസ്സിലായോ? ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ദൈവശബ്ദം ഞാൻ കൈമാറ്റം ചെയ്യുന്നു. അവൻ ക്ഷീണിച്ചു പോകരുത്, കിട്ടിയ നന്മ കൊണ്ടൊരു മൂലയ്ക്ക് ഒതുങ്ങരുത്. ദൈവമക്കളെ, അപ്പത്തൻ്റെ വീട്ടിൽ നിന്ന് അതേ നിമിഷവും നമ്മൾ ആ ഭാഗം വായിക്കുന്നു. ദേശത്തൊരു ക്ഷാമം. നിങ്ങളാരും മിണ്ടുന്നില്ല. മിണ്ടണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല, കാരണം എനിക്കറിയാമല്ലോ. ദേശത്ത് എന്തുണ്ടായെന്ന് എഴുതിയേക്കുന്നത്? ഒരു ക്ഷാമമുണ്ടായി. ഉണ്ടാകുമോ ക്ഷാമം? ഞങ്ങളെ സംബന്ധിച്ച് ദേശത്ത് ക്ഷാമം, ഞങ്ങളുടെ പാളയത്ത് ക്ഷാമം ഉണ്ടാകാൻ യാതൊരു സോഴ്സസും കാണുന്നില്ല. കാരണം സർക്കാർ ഞങ്ങൾക്ക് 2000 രൂപ തരുന്നുണ്ട്. റേസലോ. പിന്നെ ഞങ്ങൾ ഈ ബെനവൻ ഫണ്ടിൻ്റെ ഒക്കെ നോക്കുന്നുണ്ട്, അറിയാം. ഒരു പെട്ടറൊക്കെ അങ്ങനെ ചെല്ലുന്നുണ്ട്, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അയച്ചോ 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 എന്ന്. റേസലോ. അപ്പം നമുക്കൊന്നിനും എന്തില്ല, കുറവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദേശത്ത് ക്ഷാമം ഉണ്ടാകത്തില്ല. ഈ ക്ഷാമം ഉണ്ടാകാത്തത് കൊണ്ട് ഈ കസേരൊക്കെ ശൂന്യമായി കിടക്കുന്നത്. മനസ്സിലായോ? ക്ഷാമം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നിറയും, ഉറപ്പായി, യാതൊരു സംശയമില്ല. ദൈവം ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഞാൻ ആ മോബാബിലൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. എനിക്ക് മുൻപ് സമയം വളരെ കുറവാണ്, എങ്കിലും ഓടിച്ചു പറയാം. ആത്മാവ് പറയുന്നു, ആമേ, ചില ക്ഷാമങ്ങൾ വരുന്നത് ദൈവത്തെ രാജാവാക്കാൻ വേണ്ടിയാ. ആമേൻ. മനസ്സിലായോ? ചില ക്ഷീണങ്ങൾ വരുന്നത് നീ ദൈവ പൈതലാന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ. എന്നോട് അവിടെ നിന്ന് ആത്മാവ് പറയുന്നു, ദൈവം ചില പ്ലാൻ ഒരുക്കിയിട്ട് ആമേൻ ചില വിഷയങ്ങൾ മുൻപിൽ വരുന്നത്. ഞാൻ മുമ്പേ ഭാഗം ഒന്ന് പറഞ്ഞു പോയി. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് നല്ല ഉറപ്പാണ്. എന്നെ വിളിച്ച് ചോദിക്കും, ഞാനും ഇയ്യോബും ഞങ്ങൾ തമ്മിൽ ഒരേ കാലഘട്ടമാണ്. ഞാൻ പറയും, ഞാൻ ഇച്ചിരി കുറവശമുള്ളതാണ്, പക്ഷേ ഇയ്യോബിന് എനിക്കൊരു കുറവശവും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നിങ്ങളുടെ പാസ്റ്ററോട് ചോദിച്ചു നോക്കേ, നല്ല അഭിപ്രായം ഇവനെക്കുറിച്ച് നിങ്ങളുടെ പാസ്റ്റർ പറയും. റൈസലോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പറയുന്ന വാക്കാണ്, അയ്യോ ഇത്ര നല്ല മനുഷ്യൻ അല്ലേ. പറയുന്നതിലൊന്നും തെറ്റില്ല, വളരെ ശ്രദ്ധിച്ചോണം. എന്നുള്ള ദൂതൊക്കെ അങ്ങോട്ട് കയറാനുള്ളതാ. എവിടെ പിടിച്ചു നിൽക്കാൻ എനിക്കും അറിയത്തില്ല. ആമേൻ. ദൈവമക്കളെ, ആമേൻ, ഈ മോബാബിലേക്ക് പോകാൻ റീസണുണ്ട്. ദൈവം ഒരുക്കുന്ന പദ്ധതിയാണ്. മോബാബിൽ നമ്മളങ്ങനെ വായിച്ചതില്ലേ ആൻറ്റി? അങ്ങനെയല്ലേ വായിച്ചത്? മോബാബിലേക്ക് പരദേശിയായി പാർപ്പാൻ പോയി. ഒക്കോ. അപ്പത്തിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ പുറമേയുള്ള പ്രവൃത്തി കൊണ്ട് മനസ്സിലായി. എന്ത് മനസ്സിലായി? ദേശത്ത് എന്തുണ്ട്? ക്ഷാമം. ഇനി മറ്റൊരു വിഷയം നോക്കിക്കേ. അവിടെ നിന്ന് ചിന്തിച്ച്, ആ ദേശത്ത് ഈ ഏലിമേലക്കിൻ്റെ വീട് മാത്രമേ ഉള്ളോ? നമ്മൾ മാത്രമുള്ളോ ദൈവമക്കൾ ദേശത്ത്? അല്ലെന്ന് ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രമുള്ള നല്ല കുഞ്ഞ്, നീ മാത്രമല്ല. പലർക്കുമുള്ള വീഴ്ചയുടെ കാരണം ഞാൻ മാത്രമെന്ന് പറയുന്നതാണ്. ഞാൻ മാത്രമുള്ളൂ ആരാധിക്കാൻ, ഞാനെന്ന് പറയുന്നതാ പല വീഴ്ചയുടെയും കാരണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കം വരുന്നെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തിനെ അങ്ങോട്ട് അയക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് അതോട് മനസ്സിലാക്കിക്കൂ. ദേശത്ത് ക്ഷാമം ദൈവം വരുത്തെങ്കിൽ ദൈവത്തിന് അതിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം, ദൈവത്തിന് നിന്റെ കുടുംബത്തിൻ്റെ കുഞ്ഞിനെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം ചില ക്ഷാമങ്ങൾ വരുത്തും.
ദൈവം ചില ക്ഷാമങ്ങൾ വരുത്തുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ വെളിപ്പെട്ടു വരാനാ. ചില ക്ഷീണങ്ങൾ വന്ന് നീ നിരാശപ്പെടണ്ട. അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിന് വെളിപ്പെടുത്താനുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ചില ദേശത്തേക്ക് ദൈവം നമ്മളെ അയക്കും. അവിടെ അയക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമാണ്. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ തകർച്ച. എന്താണ് തകർച്ച? തകർച്ച. ആമേൻ. ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെട്ടെന്ന് പറയുന്നു. ചില തകർച്ചകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ ചില വിഷയത്തിൽ നിന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ ആലോചന കൈമാറ്റം ചെയ്യുക. ആമേൻ. മടങ്ങി വന്നാൽ ആമേൻ ക്ഷീണത്തെ മാറ്റുന്ന, ക്ഷാമത്തെ മാറ്റുന്ന ഒരു പരിശുദ്ധൻ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം ഇന്ന് പകൽക്കാലം ഈ രാത്രി നമ്മളോട് വ്യക്തമായി ഇടപെടുന്നു. ഈ ദൂതൊന്ന് ഹൃദയത്തിനകത്ത് ഏറ്റെടുക്ക്. എവിടെയോ ക്ഷീണിച്ചു പോയി, എവിടെയോ മന്ദിവപിച്ചു പോയി, എവിടെയോ ഉറങ്ങിപ്പോയി, എന്റെ ജനത്തോട് ആത്മാവ് ഇടപെടുന്ന എഴുന്നേൽക്ക്. ഇന്ന് രാത്രി എഴുന്നേൽക്കുന്നവർക്ക് വിടുതൽ അവകാശമാണ്. അവർക്കാ പ്രതിഫലമുള്ളത്. വ്യക്തമായ ആത്മാവ് വിടുതൽ അവർക്കുണ്ടെന്ന്. ആമേൻ. നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു ദൈവമുണ്ട്. പറഞ്ഞേ നഷ്ടങ്ങളെ ലാഭം. എല്ലാവരും ഒന്ന് പറഞ്ഞേ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവം. നീ മോബാബിലേക്ക് പോയി. മോബാബിൻ്റെ പ്രത്യേകത ആമേൻ അതിൻ്റെ അർത്ഥം തന്നെ ഫ്രണ്ട്ലി എന്നാണ്. വരുന്നവരെ എല്ലാം സ്വീകരിക്കുക, എല്ലാവരും സൗഹൃദം കൂടുക, ആമേൻ എല്ലാവരും സ്നേഹത്തിൽ പോവുക. കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ പുറകിൽ ചില കുരുക്കുകൾ കിടപ്പുണ്ട്. ആമേൻ. ചില ശാപങ്ങൾ കിടപ്പുണ്ട്, ചില അനർത്ഥങ്ങൾ കിടപ്പുണ്ട്. ആമേൻ. ദൈവ കോപം കിടപ്പുണ്ട്, ദൈവത്തിൻ്റെ ശാപം കിടപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞു വേണം ദൈവമക്കൾ ഇടകലരുവാൻ. എല്ലാം ഭയങ്കര ഇടകലർച്ച, മിക്സിങ് ഭയങ്കര മിക്സിങ്. അതിനെന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ്. ഉപദേശിമാരോട് അഡ്ജസ്റ്റ് ചെയ്യുക, പല വിഷയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ല, ഇന്ന് രാത്രി പറയട്ടെ, ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയല്ല. ആമേൻ. വിശ്വസ്തയോടെ വചന പ്രമാണത്തിൽ അകത്ത് നിന്നാൽ ഏത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ മധ്യയിൽ നിന്ന് ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ കുടുംബം മോബാബിലേക്ക് പോയെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ആ അധ്യായത്തിൽ തന്നെ ഏകദേശം 10 സംവത്സരം അവിടെ അവർ ജീവിച്ചു, അല്ലേ? 10 സംവത്സരമൊക്കെ മോബാബിൽ പോയാൽ പ്രൈസ് ദി ലോർഡ്, ഇത്ര നന്മയുള്ള, സൗഹൃദമുള്ള, ഇത്ര അനുഗ്രഹമുള്ള ദേശത്ത് പോയി 10 വർഷം കൊണ്ട് തിരിച്ചു വരുമ്പോൾ എന്തിലൊക്കെ നന്മ കൊണ്ടുവരണ്ടേ? എന്തിലൊക്കെ ഇല്ല. ഇവിടുന്ന് ഗൾഫിലൊക്കെ പോകുന്നവർ, വിദേശത്തേക്ക് പോകുന്നവർ 10 വർഷം ജോലി ചെയ്താൽ മതി, അവർക്ക് ജീവിക്കാനുള്ള കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഊഹം. എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ 10 വർഷമൊക്കെ ജോലി ചെയ്ത് നാട്ടിൽ വന്ന് സിറ്റിക്കകത്ത് ഒരു 2 നില വീടും വാങ്ങിച്ചൊരു വീട് വെച്ച് എനിക്ക് കസേരയുടെ പുറകിലേക്ക് വന്നിരുന്ന ആമയും പറഞ്ഞ് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. റേസലോ. പക്ഷേ 10 സംവത്സരം ഈ കുടുംബം അവിടെ ചെന്നിട്ട് ഒരു അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയപ്പോൾ നമ്മൾ വായിക്കുന്നു തകർച്ച, ഇല്ലേ? ആ ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാന്നുണ്ടെങ്കിൽ ഓടിച്ചാൽ പോകാം. തകർച്ച. ഇന്ന് രാത്രിയിൽ അവിടെ നിന്നുകൊണ്ട് പറയുന്നു തകർച്ച തിരിച്ചറിഞ്ഞോണം. ആമേൻ. പുറമേയുള്ള പ്രവൃത്തി കാണുന്നില്ല, അകത്തളത്തിൽ ആത്മാവ് വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ തകർച്ച, ആരാധനയിൽ തകർച്ച, കൊടുക്കൽ വാങ്ങൽ തകർച്ച. അവൻ സമസ്ത മേഖലയിൽ കുടുംബജീവിതത്തിൽ തകർച്ച. ആത്മാവ് സഭയോട് പറഞ്ഞ് തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങൾ, ആമേൻ, ബന്ധങ്ങൾ വിച്ഛേദിക്കത്തക്ക രീതിയിൽ ശത്രു അവൻ ചില വിത്തുകൾ കൊണ്ടിട്ട് തകർക്കാൻ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെ ഒരു തലം അതിലേക്ക് ഇറങ്ങി വിടുവിക്കേണ്ടവരെ വിടുവിക്കുന്ന ഒരാത്മ സാന്നിധ്യം ഇന്ന് രാത്രി ആലയത്തിൽ നിന്ന് പുറപ്പെടട്ടെ. ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ. 10 വർഷത്തെ കണക്ക് 0. പ്രൈസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിക്കണമേ, 10 വർഷത്തിൻ്റെ കണക്ക് 0യും നഷ്ടങ്ങൾ മാത്രമുള്ള ബാലൻസ് ഷീറ്റും, അല്ലേ? അവാക്ക് നമുക്കറിയാം. ബാലൻസ് ഷീറ്റ് കൊണ്ട് ഒരുത്തി പുറപ്പെടാൻ തുടങ്ങുക. എങ്ങോട്ട്? ബത്ലഹേമിലേക്ക്. എങ്ങോട്ട് പുറപ്പെടുന്നു? ബത്ലഹേമിലേക്ക്. ആമേൻ. കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. പ്രൈസ് ദി ലോർഡ്. വിട്ടുപിരിയുക.
ഏകദേശം 10 വർഷത്തെ ബന്ധമുള്ളൂ. 2 പേരെ നമ്മളിവിടെ കാണാം. ഒരുത്തിയുടെ പേര് ഓർപ്പെന്നും രൂത്ത്. അവരെ നമുക്കൊക്കെ അറിയാമെന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്, വിട്ടുപിരിയുക. ഒരാൾ പറയാനിരുന്ന് അടുത്ത സെക്കൻഡിൽ പോയി. എന്തൊരു കണക്ഷനാ! പറഞ്ഞേ ഉള്ളൂ പോക്കോളാൻ. ആ സെക്കൻഡിൽ തന്നെ ബെഡ്റൂമിൽ ചെന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ബാഗുമായിട്ട് പുള്ളി ഇറങ്ങി ആൻറ്റി ടാറ്റ പറഞ്ഞു, ഒറ്റ നിമിഷം. പക്ഷെ മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നു, നീ എന്നോട് അങ്ങനെ പറയരുത്. മനസ്സിലാകുന്ന കുഞ്ഞുങ്ങളെ, എന്നോട് അങ്ങനെ പറയരുത്. കാരണം 10 വർഷം കൊണ്ട് ഞാൻ രുചിച്ചറിഞ്ഞു ആ ദൈവത്തെ. ഇന്ന് രാത്രി വിട്ട് പിരിഞ്ഞ് പലരും പോവും. ഇത് അന്ത്യകാലമാണ്. കേൾക്കാനിരിക്കാൻ പോകാൻ പറയാൻ അപ്പോഴേ ചാടാൻ റെഡിയായിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞ ഖർ വാപ്പസി, തിരിച്ചു പോകാൻ റെഡിയായിട്ടിരിക്കുക. ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോഴാ ചാടും. പക്ഷേ രുചിച്ചറിയും പറയാം, അങ്ങനെ പറയരുത്. കൃപയാലെന്ന് പറഞ്ഞ് അത് അനുഭവിച്ചവരല്ലേ നമ്മൾ. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? നാം രുചിച്ചറിഞ്ഞവരാ. നമ്മൾ പറയാം, ഞങ്ങളോടങ്ങനെ പറയരുത്. പിന്നെ വായിച്ചോട്ടെ, നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ എവിടെ പോകുന്നു അവിടെ ഞാനുണ്ട്. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. എവിടെ പാർക്കുന്നു അവിടെ ഞാനുണ്ട്. നിന്റെ ജനം എൻ്റെ ജനം. വകുപ്പ് മാറുന്ന കണ്ടോ? നിന്റെ ദൈവം. 2-ാം അധ്യായത്തിൽ പറയുന്ന മുൻപേ എന്ന് പറഞ്ഞൊരു പദം തുടങ്ങുന്നുണ്ട്. 2-ാം അധ്യായം 1 വായിച്ചോട്ടെ. മുമ്പേ നാം ഈ കാലഗതി അനുസരിച്ച് നടന്നവർ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നാം ഒക്കെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നു. ആകാശത്തിലെ അധികാരത്തിന് കീഴ്പ്പെട്ടു. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. മതി. നമ്മുടെ നടപ്പെങ്ങനാ? ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പം പറയാണ്, നിന്റെ ജനം എൻ്റെ ജനം. ഒന്ന് പ്രോഗ്രസീവ് ആകണം. ഇത് പുറത്തുനിന്ന് പറയുന്നതല്ല, ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല. അവൾ സാക്ഷ്യം പറയാണ്, നിന്റെ ജനം എൻ്റെ ജനം. നീ പോകുന്നിടത്ത് ഞാനും, നീ എവിടെ പാർക്കുന്നു അവിടെ ഞാൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇന്ന് രാത്രി സമർപ്പണം ഒന്ന് വർദ്ധിക്കട്ടെ. പ്രശ്നങ്ങൾ വരുമെന്ന് അവിടെ പറയണം, നിന്റെ ജനം എൻ്റെ ജനം. നീ പാർക്കുന്നിടം ഞാൻ പാർക്കും, നീ പോകുന്നിടത്ത് ഞാൻ പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആ സമർപ്പണം നിങ്ങൾ കേട്ടോ? നമ്മൾ 2:12 വായിച്ചു, ഞാൻ അറിഞ്ഞു. അങ്ങനെയല്ലേ ബോസ് പറഞ്ഞത്? നിന്റെ പ്രവൃത്തിക്ക് ഞാൻ അറിഞ്ഞെന്ന് എൻ്റെ മേളത്തെ വാക്യം തോന്നുന്നു. ഞാൻ അറിഞ്ഞു വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടു. അപ്പം കേട്ടെന്ന് രണ്ട് സ്ഥലമല്ലേ, കേൾക്കാനൊരു ചാൻസും ഇല്ല. പക്ഷെ നിന്റെ പ്രവൃത്തി അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് രാത്രി വ്യക്തമായി ദൈവാത്മാവ് അവനോട് പറയുന്നു, അങ്ങനെ തന്നെ പറയാൻ. ആമേൻ. ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്. അത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. അത് നല്ലതെങ്കിലും തീയതെങ്കിലും അതിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളെ ആക്കി വെച്ചിരിക്കുക നമ്മുടെ നടപ്പ് മുഴുവൻ നോക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നടപ്പിനെ മൊത്തം നോക്കാൻ ഒരാളിനെ ആക്കി വെച്ചിരിക്കുക. നമ്മൾ പറയും നമ്മുടെ നടപ്പാരും കാണുന്നില്ലെന്ന്, നമ്മുടെ സംസാരം ആരും കേൾക്കുന്നില്ലെന്ന്. അങ്ങനെയൊക്കെയാ നമ്മുടെ ചിന്താഗതി. അല്ല, അത് നോട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ബോവസ് അപ്പുറത്തോണ്ട് അവൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നീ എങ്ങനെയുള്ള വ്യക്തിയെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി നന്നായിട്ടൊന്ന് പഠിച്ചോണം, നടപ്പിനെയൊക്കെ ഒന്ന് ക്രമീകരിച്ചോണം. പുതിയ നിയമസഭയോട് പറയുന്നു, നടപ്പൊക്കെ പോയി. ഇപ്പം നടപ്പൊക്കെ കാലത്തിൻ്റെ, ഞാൻ മുമ്പേ പറഞ്ഞ വാക്യത്തിൻ്റെ ഓപ്പോസിറ്റിലോട്ട് കയറി. ഒരു കാലത്ത് നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞതാ, ഇനി ഞാൻ ആ വഴിക്കില്ലെന്ന്. പക്ഷെ ഇപ്പം ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. അതായാൽ എന്താണെന്ന് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കാറില്ലേ? ഒരു ചെറിയ തിരിഞ്ഞു നോട്ടം. ഇങ്ങനെ ആയാലെന്താ, അങ്ങനെ ആയാലെന്താ, ഇങ്ങനെ ആരാധിച്ചാലെന്താ, അങ്ങനെ ആരാധിച്ചാലെന്താ, ഇന്ന സമയം എന്നൊക്കെ പറഞ്ഞൊരു തിരിഞ്ഞു നോട്ടം. അതിൻ്റെ അർത്ഥം കാലഗതിയിലേക്ക് തിരിയുന്നു. ഇന്ന് പകൽ ഈ രാത്രിയിൽ ആത്മാവ് സഭയോട് പറയുന്നു, ആമേൻ, എൻ്റെ ജനം മടങ്ങി വരട്ടെ. എൻ്റെ ജനം എൻ്റെ സന്നിലേക്ക് മടങ്ങി വരട്ടെ. ഇനി മോവാബി കിടക്കണ്ട.
നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ പദ്ധതി എന്താണെന്നറിയാമോ? മോവാബിൽ നീ കിടന്നാലും, ഇരുട്ടിൻ്റെ ദേശത്ത് നീ കിടന്നാലും, അന്ധകാരത്തിൽ കിടന്നാലും, നിന്നെ കൊണ്ടുവരണമെങ്കിൽ ഇവിടുന്ന് ഒരു കുടുംബം അവിടെ വന്നേ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് മുറുക്കെ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ പ്ലാൻ ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം. ഈ ആലയത്തിൽ ദൈവം നമ്മളെ കൊണ്ടാക്കിയെങ്കിൽ ദൈവം മുൻപേ ചിലരെ ഒരുക്കി. ചിലരതിന് ഒത്തിരി വില കൊടുത്തിട്ടുണ്ട്. ദൈവം അതിന് ഒത്തിരി 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 പേരെ എടുത്തിട്ടുണ്ട്. അവരൊത്തിരി ത്യാഗത്തിൽ കൂടെ പോയി. ചിലർക്ക് ജീവൻ ഹാനിയായി, ചിലർക്ക് മുറിവേറ്റു, ചിലർ നിന്നാപാത്രമായി. ഇനിയും ഞാൻ ഒഴിഞ്ഞവളെന്ന് വരെ പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞവളായി. ഇവിടുന്ന് ശക്തി പ്രാപിച്ച് അഭിഷേകമൊക്കെ പ്രാപിച്ച് തുള്ളിച്ചാടിപ്പോയതാ. പക്ഷേ ചിലരെ നേടേണ്ടി വരുതി ശൂന്യത. ദൈവമക്കളെ, ആത്മാവ് പറയുന്ന ദൂത് ഞാൻ പറയാം. ഈ ആരാധനയും പ്രാർത്ഥന ഒന്നും വൃഥാവാക്കി കളയരുത്. നമ്മുടെ നിലനിൽപ്പ് പ്രാർത്ഥനയാണ്. ഞാനൊന്നുകൂടെ പറയാം. മോവാബിലേക്ക് പോയ കുടുംബത്തെ ഓർത്ത് ഒരു ബോബസ് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിൻ്റെ ഫുൾ റെക്കോർഡ്, നിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ബോബസിൻ്റെ കയ്യിലുണ്ട്. നീയൊന്നും പറയണ്ട. പ്രൈസ് ദി ലോർഡ്. നിന്നെക്കുറിച്ചൊരു കേൾവി ഞാൻ അവിടെ അറിഞ്ഞെന്ന്. ഈ രാത്രി വ്യക്തമായി ചിലരെ നോക്കി ആത്മാവ് വിവേചിച്ചു പറയുന്നു, നിന്നെ ആരും അറിയുന്നില്ല, പക്ഷെ നിന്നെ അറിയുന്ന ഒരുവനുണ്ട്. നിന്നെ അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി ഈ ദൂത് കൈമാറ്റം ചെയ്യുക. നിനക്കൊരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ട് ആത്മാവ് നിന്നെ മോവാബിലേക്ക് അയച്ചത് കൊണ്ട് മാതാവേ, പിതാവേ, ചില ക്ഷീണങ്ങൾ നിനക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ക്ഷീണത്തെ മാറ്റുവാൻ, വരും തലമുറയ്ക്ക് അനുഗ്രഹം കൊടുപ്പാൻ അതേ കുടുംബത്തിൽ നിന്ന് ദൈവം ചിലരെ പുറത്തെടുക്കുമെന്ന് ഇന്ന് പകൽ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. വില കൊടുക്കണം. അതിനെന്തേ കൊടുക്കണം? വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. വില കൊടുക്കണം. വില കൊടുക്കാതെ പരിപാടി നടക്കത്തില്ല. വില കൊടുത്താലേ രൂത്തിനെ നിനക്ക് ബേത്ലഹേമിൽ കൊണ്ടുവരാൻ പറ്റും. ബേത്ലഹേമിൽ വന്നാലേ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് രൂത്തിന് കയറാൻ പറ്റും. വാഗ്ദത്തങ്ങൾ അവിടെ എല്ലാം കിടപ്പുണ്ട്. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജാതിക സ്ത്രീയല്ലേ നീ, എങ്ങനെ ഇവിടെ വന്നു പെട്ടു? ദൈവത്തിന് മുൻപ് എഴുതി വെച്ചിരിക്കുന്ന ഒരു രേഖ, നീ ഇന്നടത്ത് എത്തണമെന്ന്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കും ദൈവം എഴുതി വെച്ച രേഖ അല്ലേ? മാതാവേ, പിതാവേ, നമ്മൾ കൊടുത്ത വില, നമ്മൾ ചിലർക്ക് വേണ്ടിയൊക്കെ ഒത്തിരി വില കൊടുത്തിട്ടില്ലേ? റൈസല ഒത്തിരി പേർക്ക് എൻ്റെ കൊച്ചി കലാളം എനിക്കറിയാം. ഒത്തിരി പേർക്ക് വില കൊടുത്തിട്ടുണ്ട്. റൈസലാണ്. അതെന്തിനാണെന്നറിയാമോ? നിന്നെ ഇങ്ങനെ കൊണ്ടുവരാനാ, നഷ്ടപ്പെട്ടത് മടക്കിത്തരാനാ, ബേത്ലഹേമിലേക്ക് കൊണ്ടുവരാനാ. വ്യക്തമായി ആത്മാവ് ഇടപെടുന്നു. ബേത്ലഹേമിൽ കൊണ്ടുവരാൻ കഴിയാതെ ഇന്നും മോവാബിൽ കിടക്കുന്ന ചില ബന്ധങ്ങൾ ഉണ്ടെന്ന്. മോവാബുമായിട്ട് ബന്ധം യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആത്മാവ് അതിനെ ഡിസ്കണക്ട് ചെയ്ത് ആലയത്തിനകത്ത് കൊണ്ടുവരും. ബേത്ലഹേമിൽ വരുമെന്ന് ദൈവസഭ ഒന്ന് ആഴമായിട്ട് പ്രാർത്ഥിച്ച് ആത്മതലം ഒന്ന് ഓപ്പണാകട്ടെ. അടഞ്ഞു കിടക്കുന്നു, ഉറവ അടഞ്ഞു കിടക്കുന്നു, നിറവ് ശൂന്യമായിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ വർഷത്തെ സാക്ഷ്യമൊന്നും നമുക്ക് കേൾക്കണ്ട. ഞാൻ പ്രവചിക്കുന്നവളാണ്, ഞാൻ പ്രവചിക്കുന്നവനാണ്, ഞാൻ ദർശനം കാണുന്നവനാണ് എന്നുള്ള സാക്ഷ്യം ദൈവം പറയുന്നു വേണ്ട. ഇന്ന് പുതുതൊന്ന് പ്രാപിച്ചു മടങ്ങിപ്പോകാൻ, ഒരു പുതിയ ദർശനത്തിലേക്ക് ഇറങ്ങുവാൻ, പുതിയൊരു ആത്മതലത്തിലേക്ക് ഇറങ്ങുവാൻ എത്ര പേര് വെമ്പൽ കൊള്ളുന്നു ഈ ഉപവാസ പ്രാർത്ഥനയിൽ? കർത്താവേ, ഒരു പുതിയ നിയോഗം എൻ്റെ മേൽ പകരണം. കാരണം മോവാബിൽ കിടക്കുന്ന ചിലരെ പിടിച്ചുകൊണ്ട് ബേത്ലഹേമിലേക്ക് എനിക്ക് കൊണ്ടുവരണം.
നിങ്ങൾക്ക് ആശയം മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ചില ദേശത്ത് കൊണ്ടാക്കിയിരിക്കുന്നത് അത് മോവാബിൻ്റെ ദേശമാണ്. മോവാബി ശക്തികൾ അവിടെ ഉണ്ട്. നമുക്കറിയാം മോവാബിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗം പറയാം. ഒന്ന്, അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കും. ഇസ്രായേൽ മക്കളെ ഞെരുക്കുന്നവരാണ്. രണ്ട്, അവരെ ശപിക്കുന്നവരാണ്. മൂന്ന്, അവർ ഒതുക്കുന്നവരാണ്. അവൻ ഒരിക്കലും മുൻപോട്ട് വഴിവിടാതെ അടയ്ക്കുന്നവരാണ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ആ മോവാബി ശക്തിയുടെ മേൽ കിടക്കുന്ന ചില കുടുംബങ്ങളെ വലിച്ചുകൊണ്ട് ബേത്ലഹേമിലേക്ക് വരുവാൻ സ്വർഗത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ആ പദ്ധതി തിരിച്ചറിയുന്നെങ്കിൽ ഒരു പുത്തൻ നിയോഗത്തിലേക്ക് ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു. ആ നിയോഗത്തിലേക്ക് ഇറങ്ങാൻ നിന്റെ ഹൃദയം സമർപ്പിക്കുന്നുവെങ്കിൽ കുഞ്ഞെ, നിന്നെ അവിടെ കൊണ്ടാക്കിയത് എൻ്റെ പദ്ധതി എന്ന് ആത്മാവ് സഭയോട് വ്യക്തമായി ഇടപെടുകയാ. ഹുറബന ശംധനാദര അന്തൽ പ്രൗഢനേതി അസ്തൽ റഗൽഖബ ഉടവനാദര. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അതിനെ പിടിച്ചു പുറത്തെടുക്കുവോ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് വ്യക്തമായി പറയുന്നു, നീ ഇരിക്കുന്ന ദേശം ഒരു മോവാബി ദേശമാണ്. നിന്നെ അവിടെ കൊണ്ട് നട്ടിരിക്കുക. നീ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ് എന്തുകൊണ്ടാണെന്ന്. ഹൂറാബ ശംധന വ്യക്തമായ ആൻറ്റി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അതൊരു മോവാബി ദേശമാണ്. ആമേൻ. പിടിച്ചു വെക്കുന്ന ദേശമാ, വിട്ടുതരാത്ത ദേശമാ, ഒതുക്കുന്ന ദേശമാ. എന്നാൽ അഭിഷേകം പറയുന്നു, അവിടുന്ന് ചിലരെ വലിച്ചെടുക്കുവാൻ ഒരു ആത്മനിയോഗം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സഭയ്ക്ക് കൈമാറ്റം ചെയ്യുക. അത് പ്രാപിച്ചുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി പോകുവാൻ കർത്താവേ എൻ്റെ മേൽ ഒരു പുതിയ അഭിഷേകം ഈ രാത്രി പകരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആത്മാവ് ഇങ്ങനെ തന്നെ വ്യക്തമായി പറയുന്നു, കഴിഞ്ഞു പോയതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ട. മുൻപിൽ ഒരു വഴി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു പോയ നഷ്ടത്തെ ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ട. ദൈവം ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആമൻ. പ്രിയ ബ്രദറിനോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ആമൻ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ട. ദൈവം ഒരു പുതിയ വഴി, ഒരു പുതിയ റൂട്ട്, ഒരു പുതിയ ആമേൻ മാർഗം നിന്റെ മുൻപിൽ ഒരുക്കി വെച്ചിട്ട് ഈ ദേശത്ത് ദൈവം നിന്നെ കൊണ്ടാക്കിയതെന്ന് ആത്മാവ് വ്യക്തമായി ഇടപെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില മടങ്ങി വരവുകൾ സ്വർഗം ആഗ്രഹിക്കുന്നു. ആമേൻ. നിന്റെ ദേശത്തു നിന്ന് ആമേൻ സ്വർഗം ചിലരെ പുറത്തെടുക്കാൻ പോകുകയോ. ഈ രാത്രി എത്ര പേരെ ഈ ആത്മീയ ദൂത് ഏറ്റെടുക്കും? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. സമയം വളരെ ഓടിപ്പോകുന്നു. ബൈബിൾ അടച്ചു പോലും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ നിയോഗം എനിക്ക് വേണം. ഞാൻ നന്നായിട്ട് അറിയുന്നു, എപ്പോഴേക്കോ ഞാൻ മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. അതൊരു പക്ഷേ എൻ്റെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ക്ഷാമം വന്നുകൊണ്ടായിരിക്കാം. പ്രശ്നമില്ല. എന്നാൽ ദൈവത്തിന് അതിനകത്തൊരു പദ്ധതി ഉണ്ടെന്നാ ഈ രാത്രി ആത്മാവ് കൈമാറ്റം ചെയ്യുന്നത്. ദൈവത്തിനൊരു പദ്ധതി ആ മോവാബിൽ വെളിപ്പെടുത്തുവാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ആമേൻ. ഒരു രൂത്ത് മോവാബിൽ കിടപ്പുണ്ട്. ഒരു രൂത്ത് മോവാബിൽ കിടപ്പുണ്ട്. അവളെ പിടിക്കാൻ വേണ്ടിയാ ദൈവം നിന്നെ അങ്ങോട്ടയച്ചത്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവം നിന്നെ അങ്ങോട്ടയച്ചതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതോർത്ത് നീ ഭയപ്പെടേണ്ട. അവൻ നീ ഭ്രമിച്ചു പോകണ്ട, നീ ശങ്കിച്ചു പോകണ്ട. അവിടെ ഒരു ദൈവ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായം ഓടിച്ചു പോകാം. 2-ാം അധ്യായം ആമേൻ ആമേൻ ബോവസിൻ്റെ അടുക്കിലോട്ട് രൂത്ത് എത്തുന്നത് രംഗമാണ്. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിലേക്ക് രൂത്തിൻ്റെ ആമേൻ സിസ്റ്റം മാറാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനൊന്നും ഒരു ചേഞ്ചില്ല. നമ്മളിന്ന് കാണുന്നതേ ഉള്ളൂ. ഇന്നലെ ഉപവസിച്ചു, കഴിഞ്ഞ വർഷം ഉപവസിച്ചു, സിസ്റ്റമൊന്നും മാറുന്നില്ല. പക്ഷേ 2-ാം അധ്യായത്തിൽ ആമേൻ മറ്റൊരു ദേശം ദൈവസഭയ്ക്ക് വേണ്ടി സ്വർഗം ഒരുക്കുകയാണ്. അവിടുത്തെ നന്മ പ്രാപിക്കാനാ കുഞ്ഞ് ആമേൻ ഈ മോവാബിലേക്ക് നിന്നെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടോ?
ഇത്ര പ്രതിസന്ധി പിടിച്ചിവിടെ കടിച്ചു കിടന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ, ഒരു കുടുംബം നിന്നെ തേടി വരുന്നുണ്ടെന്ന്. ആമേൻ, നിന്റെ കുഞ്ഞിനെ ഒരു കുടുംബം തേടി വരുന്നുണ്ട്. മോവാബിലേക്ക് ഇതാ വാഗ്ദത്തം ഇറങ്ങി വരുന്നുണ്ട്. ആ വാഗ്ദത്തം നിന്നെ ബോവസിൻ്റെ വയലിലേക്ക് കൊണ്ടുപോകാനാ. ബോവസിൻ്റെ വയലിൻ്റെ പ്രത്യേകത ഒന്ന് ഞാൻ പറഞ്ഞു നിർത്താം, അത് കരുതുന്ന വയലാണ്. ഒരു കരുതൽ കണ്ടോ, ഒരു പ്രൊട്ടക്ഷൻ വെളിപ്പെടാൻ പോവുകയാണെന്ന്. ഒന്നും അറിഞ്ഞിട്ടല്ല, ഹൃദയത്തിനകത്തുനിന്നൊരു പ്രവൃത്തി അവൾ പറഞ്ഞോളൂ. നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ എൻ്റെ അമ്മായിമ്മയാണ്, ഞാൻ നിൻ്റെ മരുമോളാ, അതിനൊരു മാറ്റമില്ല. നീ എവിടെ ജീവിക്കുന്നോ ഞാൻ അവിടെ ജീവിക്കും. കാരണം ഞാനൊന്ന് പറയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതേ നാവി വരത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊരു പഴമൊഴി ഉണ്ടല്ലോ, കാക്കയെന്ന് വേർപെട്ട് പോയാൽ പിന്നെ കാക്കയ്ക്ക് കമ്പനി കൂടാൻ പറ്റത്തില്ല. ഏത് കാക്ക? നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്ക. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ അതുകൊണ്ട് ചെന്നാൽ കൊത്തുറപ്പാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ആ കാക്കയ്ക്ക് നമ്മൾ പറയുന്ന കാക്ക പറയാൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഗ്രൂപ്പിലെ ഇനി ഞാൻ ഉള്ളെന്ന്. അവൾ ഹൃദയത്തിലെടുത്ത തീരുമാനത്തിൽ ബോവസ് അവിടെ ചില കരുതൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ ദൂത് മനസ്സിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നീ അധ്വാനിച്ചതിന് അപ്പുറത്തെ ചില കരുതലുകൾ ബോവസിന്റെ വയലിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ബോവസിന്റെ വയലിൽ ഇനി ക്ഷാമമെന്ന് പറഞ്ഞ പദമില്ല. അവസ്ഥ മാറുമെന്ന് ദൈവമക്കളുടെ. നിങ്ങളൊന്ന് പുറമോട്ട് ചിന്തിച്ചേ. ചിലർക്കൊക്കെ ഉറക്കം വരുന്നത് എനിക്ക് വ്യക്തമായിട്ട് ഇവിടുന്ന് അറിയാം. ഒന്ന് പുറമോട്ട് ചിന്തിച്ച് കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച വിഷയത്തിന് മേൽ 2-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കിന് സമസ്ത മേഖലയിൽ ഒരു മാറ്റം. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചവരല്ലേ. സമസ്ത ആരാധനയിൽ മാറ്റം ഇല്ല. വിദേശത്തൊക്കെ ഞാനും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അറിയാം എന്തൊരു ബുദ്ധിമുട്ട് ആരാധിക്കാൻ എന്നറിയാമോ. ഇനി ഇച്ചിരി നേരം ആരാധിക്കാൻ കിട്ടിയുള്ള അവസ്ഥ, അയ്യോ സ്വർഗം കിട്ടുന്ന പോലെ ആരാധന. ഇവിടെ ആരാധന തുറന്ന് വെച്ചിട്ട് പാസ്റ്റർ കിടന്ന് തൊണ്ട കീറുക. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാൻ സമയമില്ല. പിന്നെ നമ്മളെല്ലാം പറഞ്ഞൊരു പദമുണ്ട്, ബിസി. എവിടായിരുന്നു? ബിസി. അങ്ങനെ പദം ഉണ്ടായത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ട് കിടക്കുക. 2-ാം അധ്യായം ബോവസിൻ്റെ വയലാണ്. ആ വയലിൽ നിനക്ക് വേണ്ട സകലവും ഒരുക്കി വെച്ചിട്ട അപ്പുറത്ത് നവോമിയും രൂത്തും കൂടുള്ള സംഭാഷണം, പുറമെയുള്ള പ്രവൃത്തി. ആ അകത്തെ പ്രവൃത്തിയിൽ പറയുക, ഈ വയലിൽ സകലവും നിനക്ക് വേണ്ടിയുണ്ട്. നിനക്ക് വെള്ളം വേണോ? അവിടെ റെഡിയാ. നിനക്ക് അതിനകത്തുനിന്ന് ആഹാരം വേണോ? റെഡിയാ. ഒരു വ്യക്തിയോട് ചോദിക്കുക പോലും വേണ്ടെന്ന്. സ്വർഗത്തിൻ്റെ ഓർഡറാ. ഇതിൽ കൂടുതൽ ഭാഗ്യം എന്ത് വേണം അങ്ങളെ? അച്ഛാ മോളെ, ഇതിൽ കൂടുതൽ ഭാഗ്യം എന്ത് വേണം? എടുത്ത് കുടിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം നീ പട്ടിണി കിടന്നോ? പ്രതിസന്ധി ഇവിടെ പോയോ? സുഭിക്ഷിതമായ ആഹാരം. ബോവസിൻ്റെ വയല് അനുഗ്രഹത്തിൻ്റെ വയല്. ബോവസിൻ്റെ വയല് നമ്മളെ നമ്മളെ സംരക്ഷിക്കുന്ന വയല് അല്ലേ? അതോടെ നമ്മൾ 2:12 വായിച്ച്, ആ ചിറകിൻ്റെ കീഴിൽ യഹോവയായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. പൂർണ്ണ പ്രതിഫലം തരും. ഞാൻ പറഞ്ഞു, ഭാഗികമല്ല, പൂർണ്ണമായ പ്രതിഫലം. അത് പ്രാപിക്കാൻ വേണ്ടി ദൈവസഭ വെമ്പൽ കൊള്ളുകയാണ്. വയലിലേക്കൊന്ന് ചെല്ലാൻ, ബോവസിൻ്റെ കൂടെ ഒന്ന് സംഭാഷണം ചെയ്യുവാൻ, ബോവസിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവസഭ വെമ്പൽ കൊള്ളുകയാണ്. ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ ഒരുങ്ങാം, ഒന്നുകൂടെ തയ്യാറാകാം. കർത്താവിൻ്റെ വരവ് വാതുക്കൽ വന്നു നിൽക്കുമ്പോൾ കൈവിട്ട് പോകാതെ. പാളയം BMG ചർച്ചിൽ മെമ്പർഷിപ്പ് എടുത്ത് കസേരയുടെ മൂലയ്ക്ക് പോയിരുന്നു. എനിക്കിപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് മനസ്സിലാക്കി ഇവിടെ വരുന്ന ഉപദേശിമാരുടെ കഷ്ടപ്പാട്. അവരുടെ കണ്ണ് ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ ഓടുന്നത് ഓർത്ത് ഞാൻ ബുദ്ധിമുട്ട് ഇവിടെ നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ. കസേരയുടെ പുറകെ വന്നിരിക്കുന്നതല്ല, പ്രതിഫലം, പൂർണ്ണ പ്രതിഫലം വാങ്ങാൻ
ഈ രാത്രി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കൊടുക്കൽ വാങ്ങലും നമ്മുടെ സംഭാഷണവും നമ്മുടെ ഇടപാടുകളും ഒക്കെ വയലിലേക്കുള്ള ഒരു യാത്രയായിരിക്കട്ടെ. അതിനുവേണ്ടി ഇന്ന് രാത്രി ഉറങ്ങാം, നമ്മുടെ കണ്ണിലടയ്ക്കാം. ഒരു പൂർണ്ണ പ്രതിഫലം തരുന്ന ഒരു ബോവസിൻ്റെ വയലിലാണ് ഞാനും നിങ്ങളെ എത്തിയിരിക്കുന്നത്. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന കർത്താവ്, ഉപവസിക്കുന്ന സഭയെ ദൈവരങ്ങ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് രാത്രി കേട്ട ദൂത് പോലെ ചിലരെ പുറത്തെടുക്കുവാൻ ഞങ്ങളെ ദേശത്താക്കിയെങ്കിൽ കർത്താവേ, ദേശത്തിൻ്റെ ഇരുടിനകത്ത് അകപ്പെടാതെ വിശുദ്ധിയോട് ജീവിപ്പാൻ നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് അവിടുന്ന് കൃപ പകരണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അവസരം തന്ന ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിനായി നമുക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹാലേലൂയ. കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായി ഇന്ന് രാത്രി കാലം ഉപയോഗിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത ആത്മാവിൻ്റെ ദൂതറിയിച്ച കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്കൊരു നിമിഷം ആ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ ദൈവം എവിടെയാക്കിയാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കാത്ത ക്ഷാമം പെട്ടെന്ന് കടന്നു വരും. ഹാലിൽ പ്രതീക്ഷിക്കാത്ത ഇടത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടുന്ന അനുഭവങ്ങൾ കടന്നു വന്നാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. അതിലൂടെ ചിലർ കൂടെ വിടുവിക്കപ്പെടുവാൻ ദൈവം ഒരുക്കുന്ന വഴികളാണ് അത് എന്ന് രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ ഇന്ന് പകൽക്കാലം കേൾപ്പിച്ചുവല്ലോ. രൂത്ത് മോവാബ്യ അനുഭവത്തിൽ ശപിക്കപ്പെട്ടവളായി ആ ദേശത്ത് നിൽക്കേണ്ടുന്ന സ്ഥാനത്ത് നിന്ന് നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും ക്രൂശിൽ വഹിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഹാലേലൂയ കാലാകാലങ്ങളിൽ പലരെയും നമ്മുടെ അടുക്കലേക്ക് അയച്ച് ഹാലേലൂയ വിടുവിച്ചു കൊണ്ടുവന്നതുപോലെ ആ രൂത്തിനെ വിടുവിക്കുവാൻ ഒരു നവോമിയെ, ആ കുടുംബത്തെ എലീമേലേക്കിനെ അയച്ചു. അവർ വളരെ കഷ്ടം സഹിക്കേണ്ടി വന്നു. എങ്കിലും അതിലൂടെ അവരുടെ മടക്കയാത്രയിൽ അവരോട് കൂടെ കൂട്ടുവാൻ ഒരാളിനെയും കൂടെ ദൈവം ഒരുക്കി എന്നുള്ള വലിയ സന്ദേശത്തിനായി എല്ലാവരും ഒരു നിമിഷം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലലുയ, സ്തോത്രം. അവിടെ ആയിരുന്ന നവോമി തൻ്റെ ദൈവത്തെ ഹാലലുയ അവരോട് അറിയിപ്പാനിടയായി. ഹാലലുയ. അതുകൊണ്ട് അവർ ചേർന്ന് വന്നു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആ ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ഒരു ശരണം പ്രാപിച്ചതിൻ്റെ ഫലമായിട്ട് ഹാലലൂയ അവൾക്കെല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണ പ്രതിഫലം ദൈവം കൊടുത്തുവെങ്കിൽ ഈ കർത്താവിനെ അന്വേഷിച്ചിറങ്ങി തിരിച്ച് ആരെയും ദൈവം ഹാലലൂയ അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിനായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിലെ നീ ഇറങ്ങി തിരിച്ചുവോ, നിനക്കൊരു പൂർണ്ണ പ്രതിഫലം ദൈവം വച്ചിട്ടുണ്ട്. ഹാലലുയ. ഒന്നിനും കുറവില്ലാത്ത ഒരു വയലിലേക്ക് ദൈവം നിന്നെ ആക്കി നിർത്തിയിട്ടുണ്ട്. നാം ഇവിടെ വന്നിട്ടുവെങ്കിൽ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ നാം ആയി തീർന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം എല്ലാം കരുതിയിട്ടുണ്ട്. ആരും ചോദ്യം ചെയ്യാതെ നമുക്ക് വേണ്ടുന്ന വെള്ളം, ഭക്ഷണം, ആത്മീയ അനുഭവങ്ങൾ പിന്നത്തേതിൽ ഹാലലൂയ ബോവസിന്റെ ഒരു അല്യ ഭവനത്തിന്റെ അംഗമായി തീരുന്ന ഹാലലൂയ ആ നല്ല മണവാളന്റെ മണവാട്ടിയായി തീരുന്ന അനുഭവം ദൈവം നമുക്ക് കരുതിയിട്ടുള്ളതിനാൽ ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ കരങ്ങളെടുത്തല്ലോ. തന്നെ ശുശ്രൂഷകളെ, ഭവനത്തെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഉപവാസത്തോടെ കടന്നു വന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച് ഈ ദിനങ്ങളിൽ മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ പകരട്ടെ. ഹാലലിയ. ദൈവത്തിന്റെ കൃപയിൽ എല്ലാവരെയും മൂടട്ടെ. നാളത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാകുവാൻ നമ്മുടെ മധ്യയിൽ ഒരു ഷിബിൻ റോബർട്ട് എന്ന കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് ശുശ്രൂഷിക്കാം. ആ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെയും സഭായോഗത്തെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ നിലകളിലും കർത്താവ് നമ്മെ സഹായിപ്പാൻ നാം എല്ലാവരും ദൈവസേനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയ ഹല്ലേലൂയ, സ്തോത്രം. ഫ്രെഡിനൻഡ് പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ആമേൻ, 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 ആമേൻ. പ്രൈസ് ഗോഡ്. കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. വാസപ്രാർത്ഥനയോടെ ഹല്ലേലൂയ ഞങ്ങൾക്കിന്ന് വാസത്തോടെ കടന്നു വരുവാൻ
അവിടെ നൽകിയ സാവശ്യത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയാസ്തോടായിരിക്കുന്ന ഈ സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളുടെ മേലൊക്കെയും ദൈവപ്രവൃത്തി കാണുമാറാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ ദാസനിലൂടെ കേൾപ്പിച്ച ദൈവശബ്ദത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മോവാദ് ദേശത്തേക്ക് കടന്നുപോയ മോബിയുടെ സാക്ഷ്യം ഹല്ലേലൂയ മറ്റൊരു സാക്ഷി ഉളവാക്കിയതുപോലെ രൂത്തിനെ സ്തോത്രം ബെത്ലഹേമിലേക്ക് കൊണ്ടുവരുവാൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ അവിടുത്തെ പൂർണ്ണമായി ആശ്രയിച്ച് ഹല്ലേലൂയ മടങ്ങി വന്നതുപോലെ ഹല്ലേലൂയ ഞങ്ങളും ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിച്ച് ഹല്ലേലൂയ പൂർണ്ണ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ദൈവം എൻ്റെ ദൈവം ഹല്ലേലൂയ നിന്നോട് കൂടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിക്കുമെന്നും മരിച്ചടക്കപ്പെടുമെന്നും ഹല്ലേലൂയ പൂർണ്ണ ഹല്ലേലൂയ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു വന്ന മോവാബ്യ സ്ത്രീയായ രൂത്തിനെ സ്തോത്രം ഹല്ലേലൂയ കർത്താവിൻ്റെ വംശാവലിയിൽ ഹല്ലേലൂയ ജാതീയ സ്ത്രീയായ സ്തോത്രം ഹല്ലേലൂയ രൂത്തിന് ഭാഗവക്കാകുവാൻ ദൈവം അവസരമൊരുക്കിയല്ലോ. ഹല്ലേലൂയ ഞങ്ങളും പാർക്കും ദേശത്ത് സാക്ഷ്യത്തോടെ നിന്ന് ചിലരെ കരം പിടിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലും അനുഗ്രഹമാക്കി തീർക്കണമേ. ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ ടി.എം. ജോർജ് പാസ്റ്ററിനെയും കുടുംബത്തിനായി സ്തോത്രം. എൻ്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കണമേ. ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് ആത്മാക്കളെ കൊടുക്കണമേ. അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് സ്തോത്രം. ഇവിടുത്തെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വാസപ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അവിടെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഹല്ലേലൂയ വിടുതൽ പ്രാപിപ്പാൻ സഹായിക്കണം. എല്ലാ വിഷയങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശുസേവപാടി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേക ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ. നാളെ കർത്താവിൻ്റെ ദാസൻ ഷിബിൻ റോബർട്ട് നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. എല്ലാവരും തക്ക സമയത്ത് തന്നെ എത്തിച്ചേരുക. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു ഹെൽമറ്റ് മാറി വെച്ചിട്ട്